ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ചിക്കനോ മുട്ടയോ ഒന്നും ചേർക്കാതെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വൈകുന്നേരം കുട്ടികൾക്കും അതുപോലെ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ അവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. 3 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ പൊടിച്ചെടുത്താലും മതി. ഉരുളക്കിഴങ്ങെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ചിക്കൻ ക്യൂബ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 3-4 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളായി എടുത്ത് ഷേപ്പാക്കി എടുക്കാം. നാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഓരോ ഉരുളകളായി എടുത്തിട്ട് ഫിംഗർ ഷേപ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി, അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരളവ് വെച്ചിട്ട് 18 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് അരിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് റോൾ ചെയ്തെടുക്കുന്നത് സേമിയ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് കനമില്ലാത്ത സേമിയ ഒരു 1/4 കപ്പ് ഒരു പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോ ഫിംഗേഴ്സ് ഓരോന്നായിട്ട് ഈ അരിപ്പൊടിയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ സേമിയയിൽ റോൾ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഫിംഗേഴ്സ് എല്ലാതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇടയ്ക്കൊന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വെർമിസെല്ലി ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റി റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ചൂടോടുകൂടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയോ ഗാർലിക് സോസിൻ്റെയോ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.